എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിഴി റിയാക്ഷൻ ആണ് ബ്രഹ്മയുഗം, ദ ഏജ് ഓഫ് മാഡ്നസ്. യെസ്, ബ്രഹ്മയുഗം സിനിമയുടെ ഒഫീഷ്യൽ ടീസർ 5 മണിക്ക് വരും എന്നുള്ളതായിരുന്നു അനൗൺസ്മെന്റ്. പക്ഷേ അവരത് തെറ്റിച്ചിട്ടുണ്ട്. പെട്ടെന്ന് വന്നിട്ടുണ്ട്, ഒരാളും അറിഞ്ഞിട്ടില്ല. മുന്നേ പുറത്തുവിട്ടു. ഏകദേശം ഒരു 4:35 ആയപ്പോൾ തന്നെ ടീസർ വന്നു കഴിഞ്ഞു. സ്ട്രേഞ്ച്. എന്തായാലും നമ്മളൊക്കെ 5 മണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അതെ, അപ്പോഴാണ് ഇതേ കിടക്കുന്നത്. എന്തായാലും ഇതിന്റെ തമ്പനയില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തമ്പനയിലാണ് യെസ്, മമ്മൂക്കയുടെ ഒരു നൃത്തം. അതായത് 3 പേരുടെയും ഫുൾ സൈസ് പിക്കാണ് കൊടുത്തിരിക്കുന്നത്. ക്യാരക്ടർ എങ്ങനെയുണ്ട് എന്നുള്ളത് ശരിയായ രീതിയിൽ ഇതിൽ കാണാം. അതെ, അർജുന അശോകനെ കാണുന്നുണ്ട്, സിദ്ധാർത്ഥിനെ കാണുന്നുണ്ട്, യെസ്. മമ്മൂക്ക നടുക്ക് നിൽക്കുന്നു. ഓ മമ്മൂക്ക ഇങ്ങനെ നിൽക്കുന്നുണ്ടാണല്ലോ, പഴയ ഒരു മാടമ്പിയൊക്കെ ഇല്ലേ, ഓ ഭയങ്കര കാരണം അത്രയ്ക്ക് ഒരു മുതിർന്ന ഒരാള്. അതായത് വട്ടിയൊക്കെ കുത്തിപ്പിടിച്ച് ഒരു നാറിയാണെന്നുള്ളത് ആ നൃത്തത്തിലും ഭാവത്തിലുണ്ട്. എന്റെ പോലെ ഒരു രക്ഷയില്ലാട്ടോ സാധനം. സംഭവം തമ്പനയിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ആയിരിക്കും അല്ലേ ടീച്ചറും. തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഇവരുടെ ബാക്കിൽ ഒരു റൗണ്ടിലൊരു എന്തോ ഒരു നാണയം പോലത്തെ ഒരു സാധനം കാണുന്നുണ്ട്. അതായത് എന്തോ ഒരു മുദ്ര. യെസ്, കൊള്ളാം, സംഭവം കിടക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ആലോചിക്കും, ഇതെങ്ങനെ നേരത്തെ വന്നു? അതാണേ, ഇത് മമ്മൂക്കൊക്കെ അറിഞ്ഞാവോ? മമ്മൂക്കൊന്നും അറിയാൻ ഒരു ചാൻസും ഇല്ല. എനിക്കല്ല അതുമല്ല, ഇവരുടെ ഇതിനകത്ത് ക്യാപ്ഷൻ പോലും ഒന്ന് നോക്ക്. ക്യാപ്ഷൻ വെറും ബ്രഹ്മയുഗം ടീസർ അത്രേ ഉള്ളൂ. തമ്പനയിലും അത്രേ ഉള്ളൂ. ബ്രഹ്മയുഗം വേറെ ഒരു സംഭവം ഒരു ഉൾപ്പെടുത്തിയിട്ടില്ല. ആളുടെ പേര്, അതായത് അഭിനയിക്കുന്നവരുടെ പേരില്ല. മമ്മൂക്കയുടെ പേര് കൊടുക്കണം, അർജുന അശോകന്റെ പേര് കൊടുക്കണം, സിദ്ധാർത്ഥിന്റെ പേര് കൊടുക്കണം, അമാൽഡ, ഇവരുടെ പേരൊന്നും ഇല്ല. പിന്നെ അത് പോട്ടെ, ഇവരുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരില്ല ക്യാപ്ഷനിൽ കേട്ടോ. ഒരു സംഭവം ഇതിപ്പോ അവരുടെ ചാനലിലാണ് വന്നിരിക്കുന്നത്. അതെ, ഇതിനകത്ത് ഇതാ നോക്ക്, ഈ തമ്മിലൊരു ഡയറക്ടറുടെ പേര് പോലും ഇല്ല. അതെ, ഡയറക്ടറുടെ പേരും ഇല്ല. ഡയറക്ഷൻ ആരാന്ന് പോലും ഉള്ളത് എഴുതിയിട്ടില്ല. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. സംഭവം ഡ്യൂറേഷൻ 2 മിനിറ്റും 11 സെക്കൻഡും. യെസ്, കാണാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വിക്രം വേദ. കാലം പോലെ കലങ്ങി മറഞ്ഞൊരു പുഴ വേറെ ഇല്ല. അത് തിരിഞ്ഞും മറിഞ്ഞു ഒഴുകും. ഈ മനയ്ക്കലെ പടിപ്പര കടന്നാ പിന്നെ പാടവും പുഴയും മലയൊക്കെ ഇതന്നെയാ. ഡയറക്ടർ ഓഫ് ഭൂതകാലം പന്തവുമേന്തി ഇതേ വരുന്നോ. അമ്മോ, നമ്മുടെ ജീവനപകടം. പോവാ. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. Oh my God. Coming soon to cinemas worldwide. ഭീകരം, ഗംഭീര ടീസർ. ഞാൻ ആദ്യം തുടക്കത്തിൽ കരുതി ഒരു അവാർഡ് പടം പോലെ അതിലേക്കൊന്നും ഒരു ചാൻസ് ഇല്ല. എനിക്ക് എന്താ തോന്നിയെന്ന് അറിയോ, ഈ ലാസ്റ്റത്തെ ഒരു ഡയലോഗ് ഇല്ല മമ്മൂക്കന്റെ, അതായത് എന്റെ മനക്കിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ ആ സംഭവം വന്നപ്പോ എനിക്ക്
എനിക്ക് തോന്നിയ സാധനം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രാക്കുള ഇല്ലേ, ആ ഡ്രാക്കുളയുടെ ഇതിലുണ്ട് ഡ്രാക്കുള കൊട്ടാരത്തിലേക്ക് സ്വാഗതം. ഡ്രാക്കുള തന്നെ വന്നിട്ട് പറയുന്നത് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സാധനം. ആ ഒരു സാധനമാണ് പെട്ടെന്ന് മൈൻഡിലോട്ട്. നമുക്ക് ഇനി വല്ല പ്രേതമൊക്കെ ആണെങ്കിൽ പ്രേതാവോ? പ്രേതാവൂലേ? ഏയ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഇത് പ്രേതമാണെന്നൊക്കെ കേൾക്കുന്നു. അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കീർണത നിലനിൽക്കുന്ന ഒരു മന, അതിൻ്റെ ഉള്ളിലേക്ക് ഇവർ രണ്ടുപേരും പെടുന്നതാണ് അല്ലേ. അതിനകത്ത് അർജുനശോകനും സിദ്ധാർത്ഥും പെട്ടുപോകുന്നതാണ്. ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആക്ടേഴ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ആകെ 4-5 പേരെ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ തന്നെ ആയിരിക്കും. അത് അങ്ങനെ തന്നെ ആയിരിക്കും. അത് ആ മനേന്റെ ഉള്ളിൽ പെട്ടുപോകുന്ന ആൾക്കാരും പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളും മാത്രമായിരിക്കാനാണ് ചാൻസ്. ഓനെ ഈ കണ്ട സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ പിന്നെ എന്തിനു വേറെ ആള്. എന്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. ആ ലാസ്റ്റത്തെ ആ വിളക്ക് ഊതുന്നതിന് മുന്നത്തെ ഒരു ആ നോട്ടല്ലേ, അതായത് മുഖം കൊണ്ടൊരു സാധനം കാണിക്കണം, എന്നിട്ടാണ് അത് ഊതുന്നത്. അതെന്താ നമുക്ക് പറയാനും പറ്റില്ല, കാണിക്കാനും. അതെ, അത് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് വന്ന സാധനമാണ്. നമ്മളത് കാണിച്ചാൽ കോക്രി കാണിച്ചു. അതെ, മമ്മൂക്ക കാണിക്കുമ്പോ ശരി പക്ക. നമ്മള് കാണിച്ചിട്ടുണ്ടെങ്കിൽ കൊഞ്ഞനെ കുത്തി കാണിക്കാന്നൊക്കെ പറയില്ലേ. അതായത് ഇതിൽ കാണിച്ച എല്ലാവരുടെയും മികച്ച പെർഫോമൻസ് തന്നെ കാണാൻ പറ്റും തോന്നുന്നു. പിന്നെ സിദ്ധാർത്ഥിന്റെയും അർജുൻ അശോകന്റെ ഒക്കെ കിട്ടില്ല പെർഫോമൻസ് ഉണ്ടാവും തോന്നുന്നു. പക്ഷെ സിദ്ധാർത്ഥിന്റെ ക്യാരക്ടറേ ഒന്നുകൂടെ സങ്കീർണമാണല്ലേ, ആ ചിരിയും കാര്യങ്ങളും ഒക്കെ വരുന്നോണ്ട്. അതായത് അർജുൻ അശോകൻ കുറച്ചും കൂടി ഒരു ഒതുക്കത്തിലേക്ക് വരുന്ന, ശരിക്കും പേടിച്ച് പെട്ടുപോയിട്ട് എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള ചിന്ത ഉള്ള ഒരാള്. സിദ്ധാർത്ഥിന്റെ ക്യാരക്ടർ നേരെ തിരിച്ച് എനിക്ക് തോന്നുന്നു കൂടുള്ളതാണെങ്കിൽ ഇനി ഇത് രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇനി തീരുക അത്രേ ഉള്ളൂ എന്നുള്ളതാണ് ആ ചിരിന്റെ അർത്ഥം. അല്ലെങ്കിൽ മമ്മൂക്കയുടെ ക്യാരക്ടറിലെ അതായത് കൂടെ നിൽക്കുന്നവരിൽ ഒരാള് എന്നുള്ള. അതായത് ഇനിയിപ്പോ വേറൊരു കാര്യം കൂടി നമ്മൾ പറയാണ്, അത് ഫസ്റ്റത്തെ ആ ഒരു വെള്ളം ചാടുന്നൊക്കെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആയതുകൊണ്ട് മാത്രമാണ് അതിന്റെ ഒരു എഫക്ട് കിട്ടാത്ത പോയത്. അതെ, എനിക്കിപ്പോഴും ആ ഒരു സംഭവം ഇപ്പോഴും അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയില്ല. അത് സത്യം തന്നെയാണ്. നമ്മളെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. നമ്മളെ ഇത് ശരിക്കും ഭീകരമായിട്ടൊരു സാധനം തന്നിട്ട് നമ്മളെ അതൊന്ന് പുറകോട്ട് വലിക്കുന്ന പോലെയാണ് ശരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുമ്പോൾ. എന്താണെങ്കിലും പക്ഷെ വേറെ കാര്യം കേട്ടോ, അതായത് ആ മനയുടെ മുന്നിൽ കുറെ പുല്ല്, ഉയർന്നു നിൽക്കുന്ന പുല്ലില്ലേ, അത് ശരിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ശരിക്കും അതവിടെ കൊണ്ടുപോയി നട്ടതും കാര്യങ്ങളും മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. അതായത് എന്താ സെറ്റ് ഇട്ടത് ശരിയായ രീതിയിൽ അങ്ങ് മനസ്സിലാവും. ഇതിപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മോശം എന്നല്ല പറയുന്നത്, നമ്മുടെ കാഴ്ചക്ക്, അതായത് ഇപ്പത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ആ കാഴ്ചന്റെ ഒരു സുഖം കിട്ടില്ലാതെ വരും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ മോശം എന്നല്ല. ഇനി എങ്ങനെയാണ് ഇവര് അവതരിപ്പിക്കുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. വലിയൊരു ചലഞ്ചിങ് ആണ് തീർച്ചയായിട്ടും. എന്തായാലും രാഹുൽ സദാശിവനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന സിനിമ ഒരു ഹൊറർ ജോണറിലാണ് സിനിമ എന്നുള്ളതാണ് കേട്ടിരിക്കുന്നത്. ഇതിലിപ്പോ ഒരു ഹൊറർ ടച്ച് ഒന്നും ഇല്ല, പക്ഷെ ഒരു ഭീകരത ഉണ്ട്. അതെ, എന്നാൽ ഹൊറർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതല്ല, എന്നാൽ കാണുന്നതിനകത്ത് പല സമയങ്ങളിലും നമുക്ക് പേടിപ്പെടുത്തുന്ന പോലത്തെ സാധനങ്ങൾ വന്നു പോകുന്നു. അമാൽഡ റോൾ എന്താണ്? പ്രേതം. ഇനി അമാൽഡയാണ് പ്രേതം. ഹൊറർ മൂവി ആണെങ്കിൽ അതെ ശരിയാണ്. ആകെ കുറച്ച് പേരല്ലേ ഉള്ളൂ. ഇനി കയറി വരുന്ന അർജുന അശോകനാണോ പറയുന്നത്? അല്ല, എന്താണെങ്കിലും ഇതിന്റെ ഇത് ആദ്യം വരെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്ന സിനിമ ഭ്രമയുഗം. അപ്പം മമ്മൂക്ക തന്നെയായിരിക്കും അതിനകത്ത് ഏറ്റവും ടെറർ എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. സംഭവം നെഗറ്റീവ് റോളിലാണെന്നുള്ളത് ഷുവറാണ്. ഇവര് അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട് സംഭവം. എന്തായാലും ആ ഒരു മട്ടും ഭാവവും പിന്നെ ആളുടെ ടോട്ടലി ഉള്ള അപ്പിയറൻസും ഒക്കെ ഞെട്ടിക്കുന്നതാണ്. ഇതിൽ മമ്മൂട്ടി എന്ന് കൊടുക്കാതിരുന്നത് നന്നായി എന്നാണ് തോന്നുന്നത്. കാരണം ആരും വിശ്വസിക്കൂല, മമ്മൂട്ടി അല്ലല്ലോ അത്. എന്തായാലും വ്യത്യാസം. എന്താണെങ്കിലും ഗംഭീര ടീച്ചറായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ആലോചിക്കണേ, എബ്രഹാം മോസ്ലർ എന്ന സിനിമ കണ്ടിങ്ങനെ വന്നിരിക്കുകയാണ്. അതിലെ മമ്മൂട്ടി എന്ത്, അതിലെ ലുക്ക് എന്ത്, ആ ആള് ആണല്ലോ ഇത് ആയിരിക്കുമ്പോ അതൊരു സത്യം കേട്ടോ, അത്ഭുതം. അതിലേക്ക് ഞാൻ അത്രയും പോയിട്ടില്ലായിരുന്നു. ഇന്ന് കണ്ടു വന്നോളൂ ഒടുക്കത്തെ ഗ്ലാമർ. അത് കഴിഞ്ഞത് ഇതിലേക്ക് വന്നപ്പോ ഇത് കിടക്കുന്നത് എന്റെ മോനെ ഭയങ്കരം. ഇതിനെയൊക്കെയാണ് ഈ പരകായ പ്രവേശം എന്നൊക്കെ പറയുന്നത്. ഒരു രൂപത്തിൽ നിന്ന് അടുത്ത രൂപത്തിലേക്ക് ഇങ്ങനെ മാറി മാറി കയറി പോകുന്നത്. അതുപോലെയാണ്, ഒരു രക്ഷയില്ല. ഇങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. കൊള്ളാം, ഗംഭീരമാണ്. ടീസർ എന്തായാലും ഞെട്ടിച്ച് കളഞ്ഞു. സിനിമ എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.